ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ അമ്മച്ചി എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ഡിഷാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. നമ്മൾ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കാൻ പോവാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ കാടമവും ക്ലോവ്സും എടുത്തിട്ട് ഇതിനകത്തിടും. എന്നിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സ്മോൾ അണിയൻസ് എടുത്തിട്ട് അങ്ങ് ഇടണം. ഇനി നമ്മുടെ അണിയൻസ് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇടുക. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പൊട്ടാറ്റോസ് ഇടാൻ പോവാ. ഇനി മുഴുവനും ഇടാൻ പോവാണ്. നമ്മുടെ ചിക്കനും പുറകെ ഇടാൻ പോവാണ്. ഇതെല്ലാം ഒഴിച്ചിളക്കാൻ പോവാം. നമ്മൾ ഒരു 1/4 സ്പൂൺ സിനമൺ പൗഡർ ഇടാൻ പോകും. നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം ഇപ്പോൾ വെളുത്തതാകാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ വെളുത്തതാകുന്നത് നമ്മൾ ഇപ്പോൾ 3 വിസിൽ കിട്ടുന്നവരെ നമ്മൾ അടച്ചെടുക്കും. 3 വിസിലിന് വേണ്ടി ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ 3 വിസിൽ വരാൻ വെയിറ്റ് ചെയ്യുവാണ്. ഞാൻ എൻ്റെ അടുത്തൊരു സ്മോൾ ബ്രേക്ക് കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പോൾ 3 വിസിൽ കഴിഞ്ഞ് ഞാനിപ്പോൾ തുറക്കാൻ പോവാം. എന്താ മണം, നല്ല മണം. ഓക്കെ, ഇനി നമ്മൾ 1/2 സ്പൂൺ കോൺഫ്ലവറും കട്ടി തേങ്ങാപ്പാൽ എടുക്കണം. എന്നിട്ട് കോൺഫ്ലവർ തേങ്ങാപ്പാലിനകത്തേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യണം. കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കണം. എനിക്ക് പറയാൻ പാടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് തപ്പിപ്പോയത്. നമ്മളിത് നല്ലതായിട്ട് ഇളക്കാം. നമ്മൾ ഫയർ ഇടുവാണ്. ഇത് മിക്സ് ചെയ്യുക. നമ്മൾ ഈ സ്റ്റൂവിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആ സ്റ്റൂവിന് വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇളക്കാം. ഈ ചിക്കനൊക്കെ അടിയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നമ്മൾ ഇളക്കണം. ചെക്ക് ചെയ്യണം. തിളയ്ക്കുന്നുണ്ടെന്ന് കാണുവാണെങ്കിൽ പിന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ ഗ്രേവി ഇതുപോലെ നിങ്ങൾക്ക് ഒരു സീക്രട്ടായിട്ട് ഞാൻ പറയുന്നതാണ്. ഈ ചിക്കൻ മാഗി ക്യൂബ്സ് കുറച്ചിടണം. ഈ ഫുൾ പാക്കറ്റ് ഇടണം. ഒരു ഫുൾ പാക്കറ്റ് ഇടണം. ലാസ്റ്റ് നമ്മളൊരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇടും. Don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit. ഇനി 1 മിനിറ്റിൽ ഇത് തീരാറായി. സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി.